നമുക്കൊക്കെ വർഷം 12 മാസമുള്ളപ്പോൾ തങ്ങളുടെ 28 ദിവസത്തിന്റെ പ്ലാനിലൂടെ ടെലികോം കമ്പനികൾ നേടുന്നത് ഒരു വർഷം 13 മാസമാണ്. ഇത് ശരിയാണോ? ഇപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നതാണ് റൈറ്റ് ടു കമ്മ്യൂണിക്കേഷൻ. അത് നമുക്ക് എല്ലാവർക്കും നിർബന്ധിതമായി കിട്ടേണ്ട റൈറ്റ് ആണ്. എന്നാൽ നമ്മുടെ പ്ലാനിന്റെ കാലാവധി കഴിയുമ്പോൾ ഔട്ട് ഗോയിങ് കോൾ കട്ട് ചെയ്യുന്നത് സമ്മതിക്കാം, പക്ഷെ ഇൻകമിംഗ് കോൾ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ തന്നെ നിഷേധിക്കുന്നത് പോലെയല്ലേ? എല്ലാം പോട്ടെ, നമ്മൾ നമ്മുടെ പൈസ കൊണ്ട് ചാർജ് ചെയ്യുന്ന ഡേറ്റ ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അങ്ങ് അപ്രത്യക്ഷമായി പോകും. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഡേറ്റ പക്ഷെ അതങ്ങ് അപ്രത്യക്ഷമായി പോകും. അത് ശരിയാണ്. ഈ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിച്ച ചോദ്യങ്ങളല്ല, മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP ആയ രാഘവ് ചദ്ദ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങളാണ്. രാഘവ് ചദ്ദ ഇപ്പൊ വീണ്ടും ന്യൂസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആം ആദ്മി പാർട്ടി തങ്ങളുടെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തിൽ നിന്ന് രാഘവ് ചദ്ദയെ മാറ്റണമെന്ന് പറഞ്ഞ് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. തങ്ങളുടെ പാർട്ടി കോട്ടയിൽ നിന്ന് രാഘവ് ചദ്ദയ്ക്ക് സംസാരിക്കാനായി അവസരം നൽകരുതെന്നും പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്നാണ് പരക്കെ കേൾക്കുന്നത്. രാഘവ് ചദ്ദയും പാർട്ടി നേതൃത്വവും തമ്മിൽ കാര്യമായ പ്രശ്നമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കേൾക്കുന്നതെല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. രാഘവ് ചദ്ദ പാർലമെന്റിൽ ഉന്നയിച്ച ഓരോ വിഷയവും, ചോദിച്ച ഓരോ ചോദ്യവും സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്നുകൊണ്ടായിരുന്നു. ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും വളരെ അധികമാണ് ഇന്നത്തെ ഫ്ലൈറ്റ് ചാർജസ്. എന്നിട്ട് പോലും വലിയ ഡിലേ ആണ് ഈ ഫ്ലൈറ്റുകൾക്ക് ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ഒരു എയർപോർട്ടിൽ പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വളരെ വലിയ തുകയാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ ഒരു സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള ഇൻഷുറൻസുകളിൽ GST ഉള്ളത് അതൊരു വലിയ പ്രശ്നമാണ്. ഈ 10 മിനിറ്റ്സ് ഡെലിവറി കാരണം ഗിഗ് വർക്കേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഒരു രാഷ്ട്രീയക്കാരനെ നിയമിക്കാൻ ജനങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരെ റീകോൾ ചെയ്യാൻ ജനങ്ങൾക്ക് ശക്തിയില്ല? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് പാർലമെന്റിൽ രാഘവ് ചദ്ദ ഉന്നയിക്കുന്നത്. രാഘവ് ചദ്ദ ഇതിനെ തുടർന്ന്, പാർട്ടിയുടെ ഈ നീക്കത്തെ തുടർന്ന് ഇനി ഭാവിയിലേക്കുള്ള തീരുമാനങ്ങൾ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇനിയും രാഘവ് ചദ്ദയ്ക്ക് സാധാരണക്കാരന്റെ ശബ്ദം പാർലമെന്റിലേക്ക് എത്തിക്കാൻ കഴിയണം. എന്നും എപ്പോഴും സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നമ്മുടെ നേതാക്കന്മാരിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ ഒരു MP എങ്കിലും നമുക്ക് വേണം.